Dear friends, welcome to Come On Children. Today I'll help you learn the chapter Rikki Tikki Tavi in Unit 5 of your English textbook. അഞ്ചാമത്തെ യൂണിറ്റിലെ ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ എന്ന സ്റ്റോറിയും അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചില ആക്ടിവിറ്റീസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നു. ആ ക്ലാസ്സുകൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലിൽ വരുന്ന കൂടുതൽ ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റിക്കി ടിക്കി ടാവി. ഇറ്റ് റെയിൻഡ് ഹെവിലി ഓൾ നൈറ്റ്. The sunlight was a little pale. Teddy, a young boy of 10, ran out into the garden. He saw a mongoose lying wet and still on the grass. "Here is a dead mongoose," Teddy called out to his mother. "Let's bury him." I will explain. Listen. It was a rainy night. After heavy rain in the next morning, a boy came out and he saw a mongoose lying on the grass. He thought it was dead and he called his mother to bury it. It rained heavily all night. രാത്രി മുഴുവനും കനത്ത മഴയായിരുന്നു. The sunlight was a little pale. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴോ ആകാശം മങ്ങിയാണ് കാണപ്പെട്ടത്. സൂര്യപ്രകാശത്തിനൊന്നും നല്ല തെളിച്ചമുണ്ടായിരുന്നില്ല. Teddy, a young boy of 10, ran out into the garden. 10 വയസ്സുകാരനായ ടെഡി എന്ന കുട്ടി ഗാർഡനിലേക്ക് പൂന്തോട്ടത്തിലേക്ക് ഓടി വന്നു. He saw a mongoose lying wet and still on the grass. അവൻ എന്താണ് അവിടെ കണ്ടത്? പുല്ലിൽ ഒരു കീരി നനഞ്ഞു കിടക്കുന്നു. അവൻ വിചാരിച്ചു അത് ചത്തുപോയി എന്ന്. Here is a dead mongoose, Teddy called out to his mother. അമ്മേ, ഇതാ ഇവിടെ ഒരു ചത്ത കീരി കിടക്കുന്നു. Let's bury him. നമുക്കതിനെ കുഴിച്ചിടാം. No, said Teddy's mother. His heart is beating faintly. Perhaps he will live. Let's take him inside and dry him. What did Teddy's mother tell? No, don't bury it. Its heart is beating slowly. Let's get him inside and dry him. ടെഡിയുടെ അമ്മ വന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ആ മംഗൂസ് ചത്തിട്ടില്ല എന്ന്. അതിൻ്റെ ഹാർട്ട് നേരിയ തോതിൽ വളരെ പതുക്കെ മിടിക്കുന്നുണ്ടായിരുന്നു. അവരെന്തു പറഞ്ഞു? നമുക്കതിനെ അകത്ത് കൊണ്ടുപോയി ഉണക്കിയെടുക്കാം. ടെഡീസ് ഫാദർ wrapped him up in an old woolen muffler and placed him near the fire. The mongoose sneezed. Teddy and his parents were delighted. They gave him some meat and then took him outside. He sat in the sunlight and shook his fur till it was quite dry. He then shook his long fluffy tail till it looked like bottle brush. What did they do with the mongoose? Yes, they wrapped it in a woolen cloth and placed it near the fireplace. They gave it some meat also. Slowly it got well. ടെഡിയുടെ അച്ഛൻ കമ്പിളി കൊണ്ടുണ്ടാക്കിയ ഒരു മഫ്ലറിൻ്റെ ഉള്ളിൽ ആ മൊങ്കൂസിനെ പൊതിഞ്ഞു. എന്നിട്ട് ഫയർ പ്ലേസിനടുത്ത്, തീ കത്തുന്നതിനടുത്ത് കൊണ്ടുപോയി വെച്ചു. ദ മൊങ്കൂസ് സ്നീസ്ഡ്. മൊങ്കൂസ് എന്ത് ചെയ്തു? ചൂടായപ്പോൾ അതൊന്ന് തുമ്മി. ടെഡി ആൻഡ് ഹിസ് പാരൻസ് വർ ഡിലൈറ്റഡ്. ടെഡിക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ സന്തോഷമായി. ദേ ഗേവ് ഹിം സം മീറ്റ് ആൻഡ് ദെൻ ടുക്ക് ഹിം ഔട്ട്സൈഡ്. അവന് കുറച്ച് ഇറച്ചി നൽകി. എന്നിട്ട് അതിനെ പുറത്ത് കൊണ്ടുപോയി വിട്ടു. He sat in the sunlight and shook his fur till it was quite dry. പുറത്ത് വിട്ടപ്പോൾ എന്താണ് കീരി ചെയ്തത്? അത് വെയിലത്തിരുന്ന് അതിൻ്റെ രോമക്കുപ്പായം ഒന്ന് കുടഞ്ഞു. അപ്പോഴോ ബാക്കിയുള്ള വെള്ളമെല്ലാം തെറിച്ചുപോയി അത് നന്നായി ഉണങ്ങി. He then shook his long fluffy tail till it looked like a bottle brush. കീരിയുടെ വാലെങ്ങനെയാണ്? ഫ്ലഫി ആണല്ലേ, ലൈറ്റ് ആൻഡ് സോഫ്റ്റ് ആണ്, പഞ്ഞി പോലെയുള്ള. അതിൻ്റെ പഞ്ഞി പോലെയുള്ള വാല് അത് നന്നായി കുടഞ്ഞു. അവസാനം അത് എന്തുപോലെ ഉണ്ടായിരുന്നു? ബോട്ടിൽ ബ്രഷ് പോലെ. നമ്മൾ കുപ്പിയൊക്കെ കഴുകുന്ന ബ്രഷ് കണ്ടിട്ടില്ലേ? അതുപോലെയായി മാറി. Soon he started taking interest in Teddy and things around him. He followed Teddy around the house and into the garden. He slept in Teddy's room at night. Soon the mongoose became Teddy's friend. He followed Teddy everywhere and slept in his room at night.
പെട്ടെന്ന് തന്നെ കീരി ടെഡിയുടെ കൂട്ടുകാരനായി മാറി. സൂൺ ഹി സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഇൻട്രസ്റ്റ് ഇൻ ടെഡി ആൻഡ് തിങ്സ് അറൗണ്ട് ഹിം. എപ്പോഴും ടെഡിയുടെ കൂടെ നിൽക്കാനും ആ വീട്ടിലുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ മംഗൂസ് താല്പര്യം കാണിക്കാനും തുടങ്ങി. ഹി ഫോളോഡ് ടെഡി അറൗണ്ട് ദ ഹൗസ് ആൻഡ് ഇൻ ടു ദ ഗാർഡൻ. ടെഡി എവിടെ പോകുമ്പോഴും മംഗൂസ് അവൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങി. ഹി സ്ലെപ്റ്റ് ഇൻ ടെഡീസ് റൂം അറ്റ് നൈറ്റ്. രാത്രി അവൻ എവിടെയാണ് കിടന്നത്? ടെഡിയുടെ റൂമിലാണ് മംഗൂസ് ഉറങ്ങാറുള്ളത്. ഇൻ ദ മോർണിംഗ്സ് ഹി കെയിം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് sitting on Teddy's shoulder. Teddy gave him a banana and a boiled egg. The mongoose enjoyed the breakfast. കീരി എങ്ങനെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത്? ടെഡിയുടെ ഷോൾഡറിൽ ഇരുന്നിട്ടാണല്ലേ. ടെഡി എന്തൊക്കെയാണ് അവന് തിന്നാൻ കൊടുക്കുന്നത്? ഒരു പഴവും ഒരു പുഴുങ്ങിയ മുട്ടയും. The mongoose enjoyed the breakfast. ആ ബ്രേക്ക്ഫാസ്റ്റ് മംഗൂസിന് നല്ല ഇഷ്ടമാണല്ലേ. Soon Teddy and the little mongoose became good friends. The mongoose ran through the tall grass crying "Rikki tick ticky ticky tick." Teddy used to laugh at him and started calling him Rikki tikki tavi. ടെഡിയും മംഗൂസും നല്ല കൂട്ടുകാരായി അല്ലേ. എങ്ങനെയാണ് മംഗൂസ് കരയുന്നത്? ഒന്ന് പറഞ്ഞു നോക്കിയേ. റിക്കി ടിക് ടിക്കി ടിക്കി ടിക് അല്ലേ. ഇങ്ങനെ കരയുന്നത് കൊണ്ട് മംഗൂസിന് ടെഡി ഒരു പേര് കൊടുത്തു. എന്താ അത്? റിക്കി ടിക്കി ടാവി. നല്ല രസമുള്ള പേരാണല്ലേ. വൺ മോർണിംഗ് റിക്കി ടിക്കി വാസ് വാണ്ടറിങ് എബൌട്ട് ഇൻ ദ ഗാർഡൻ. ഒരു ദിവസം രാവിലെ നമ്മുടെ റിക്കി ടിക്കി ഗാർഡനിലൂടെ ചുറ്റി നടക്കുകയായിരുന്നു. There he saw Nag, the big cobra, and his wife Nagina. റിക്കി ടിക്കി പൂന്തോട്ടത്തിൽ വെച്ച് ആരെയാ കണ്ടത്? ഒരു വലിയ മൂർഖൻ പാമ്പിനെയും അവൻ്റെ ഭാര്യയെയും അല്ലേ. എന്തായിരുന്നു അവരുടെ പേര്? നാഗ് ആൻഡ് നാഗിന. കോബ്രാസ് ആൻഡ് മോങ്കൂസസ് ആർ ഏജ് ഓൾഡ് എനിമീസ്. പാമ്പുകളും കീരികളും കാലാകാലങ്ങളായിട്ട് ശത്രുക്കളാണല്ലേ. പാമ്പും കീരിയും പോലെ എന്ന് കേട്ടിട്ടില്ലേ? എപ്പോഴും തമ്മിൽ ഫൈറ്റ് ആയിരിക്കും. Although Rikki Tikki was young, he knew that the main objective of a mongoose's life is to fight and kill snakes. നമ്മുടെ റിക്കി ടിക്കി വളരെ ചെറുപ്പമായിരുന്നെങ്കിലും ഒരു കീരിയുടെ ജീവിത ലക്ഷ്യം പാമ്പുകളോട് പോരാടി അവയെ കൊല്ലുകയാണ് എന്ന് അവനറിയാമായിരുന്നു. നാഗ് ഓൾസോ ന്യൂ ദാറ്റ് എ mongoose in the garden meant death for him and his family. He was a full-grown snake and measured 5 feet from the tip of his tongue to the end of his tail. പൂന്തോട്ടത്തിൽ ഒരു കീരിയെ കണ്ടപ്പോൾ നാഗിന് എന്തു തോന്നി? ഇവൻ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു ഭീഷണിയാണ്. ഇവൻ ഞങ്ങളെ കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് നാഗിന് മനസ്സിലായി. He was a full-grown snake and measured 5 feet from the tip of his tongue to the end of his tail. അവൻ്റെ നാവ് മുതൽ വാലറ്റം വരെ 5 അടി നീളമുണ്ടായിരുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഭയങ്കരനായ പാമ്പാണല്ലേ അത്. എന്നാൽ റിക്കി ടിക്കിയോ? റിക്കി ടിക്കി വാസ് സ്റ്റിൽ എ ബേബി. അതിപ്പോഴും കുഞ്ഞായിരുന്നു. ഹി ടോൾഡ് ഹിംസെൽഫ്, ഐ വോണ്ട് ഫൈറ്റ് നാഗ് ആൻഡ് നാഗിന വെൻ ദേ ആർ ടുഗെദർ. നാഗും നാഗിനയും ഒരുമിച്ചുള്ളപ്പോൾ ശക്തി കൂടുതലായിരിക്കുമല്ലേ. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്ന് റിക്കി ടിക്കി മനസ്സിലുറപ്പിച്ചു. സോ ഹി ജംപ്ഡ് അപ്പ് ഹൈ ഇൻ ദ എയർ ആൻഡ് റാൻ അവേ. അതുകൊണ്ട് അവൻ വേഗത്തിൽ ചാടി ദൂരേക്ക് ഓടി. ഇറ്റ് വാസ് നൈറ്റ്. ടെഡി ക്യാരിഡ് റിക്കി ടു ബെഡ്. ആസ് സൂൺ ആസ് ദ ബോയ് വാസ് അസ്ലീപ്, റിക്കി വെന്റ് ഓഫ് ഫോർ ഹിസ് നൈറ്റ്ലി വാക്ക് അറൗണ്ട് ദ ഹൗസ്. പതിവ് പോലെ ടെഡി റിക്കിയെയും കൂട്ടി ഉറങ്ങാൻ പോയി. ടെഡി ഉറങ്ങിക്കഴിഞ്ഞ ഉടനെ റിക്കി വീടിന് ചുറ്റുമുള്ള അവൻ്റെ പതിവ് സഞ്ചാരത്തിനായി ഇറങ്ങി. സഡൻലി ദ സൈലൻസ് വാസ് ഡിസ്റ്റർബ്ഡ് ബൈ എ ഫെയിന്റ് നോയ്സ്. ഇറ്റ് കെയിം ഫ്രം ദ ബാത്റൂം ഓഫ് ടെഡീസ് പാരൻസ്. രാത്രി നിശബ്ദമായിരിക്കും അല്ലേ. ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാവില്ല. റിക്കി ടിക്കി വീടിന് ചുറ്റും നടക്കുമ്പോൾ ആ നിശബ്ദതയെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു അവ്യക്തമായ ചെറിയൊരു ശബ്ദം കേട്ടു. അതെവിടുന്നായിരുന്നു? ടെഡിയുടെ പാരൻസിൻ്റെ ബാത്റൂമിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. റിക്കി ടിക്കി ക്വിക്ക്ലി entered the bathroom. He could hear Nag and Nagina
talking on the other side of the bathroom drain. What was the sound Rikki Tikki heard? Yes, it was the conversation of Nag and Nagina. Rikki Tikki entered the bathroom. Rikki Tikki ബാത്റൂമിലേക്ക് പ്രവേശിച്ചു. അവിടേക്ക് കയറി. He could hear Nag and Nagina talking on the other side of the bathroom drain. ബാത്റൂമിൻ്റെ ഓവുചാലിൻ്റെ വെള്ളമൊഴുകിപ്പോകുന്ന കുഴലിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും നാഗും നാഗിനയും സംസാരിക്കുന്നത് റിക്കി ടിക്കി കേട്ടു. What were they talking about? Let's see. Nagina told her husband, "Bite and kill all 3 people in the house. The mongoose will go away when there is no one left in the house. We will then have the garden to ourselves." Nag and Nagina were planning to kill Teddy and his parents. But why? നാഗും നാഗിനെയും ടെഡിയെയും പാരൻസിനെയും കടിച്ചു കൊല്ലാനാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തിനാണ് അവരെ കൊല്ലുന്നത്? They want to get rid of the mongoose from the house. If there is no one left in the house, the mongoose will leave away. That was their plan. ആ വീട്ടിൽ ആരും ഇല്ലാതിരുന്നാൽ ആ കീരി അവിടെ നിന്ന് പൊയ്ക്കോളും. അതിനു വേണ്ടിയിട്ടാണ് അവർ ടെഡിയെയും പാരൻസിനെയും കൊല്ലാൻ തീരുമാനിച്ചത്. The mongoose will go away when there is no one left in the house. We will then have the garden to ourselves. ആ കീരി കൂടി അവിടുന്ന് പോയി കഴിഞ്ഞാൽ ആ തോട്ടം അവരുടേത് മാത്രമാകും. അവർക്ക് സുഖമായി അവിടെ ജീവിക്കാലോ. അതിനു വേണ്ടിയിട്ടാണ് ആ കീരിയെ ഒഴിവാക്കുന്നത്. Then Rikki Tikki saw Nag slithering into the bathroom through the drain. റിക്കി ടിക്കി നോക്കുമ്പോൾ നാഗ് മെല്ലെ ഓവുചാലിലൂടെ ബാത്റൂമിനുള്ളിലേക്ക് ഇഴഞ്ഞു വരുന്നത് കണ്ടു. Although Rikki Tikki was very angry, he was also a little scared. Nag was so big and poisonous. Seeing Nag slithering into the bathroom, Rikki Tikki got angry. Nag is going to kill his Teddy. നാഗ് ഓവുചാലിലൂടെ ബാത്റൂമിലേക്ക് ഇഴഞ്ഞു വരുന്നത് കണ്ടപ്പോൾ റിക്കി ടിക്കിക്ക് ദേഷ്യം വന്നു. അവൻ ടെഡിയെ കൊല്ലാനുള്ള പുറപ്പാടാണല്ലേ. ഹി വാസ് ഓൾസോ എ ലിറ്റിൽ സ്കെയേർഡ്. റിക്കി ടിക്കിക്ക് പേടിയുമുണ്ടായിരുന്നു. എന്താണ് കാരണം? നാഗ് വാസ് സോ ബിഗ് ആൻഡ് പോയ്സണസ്. നാഗ് ഈസ് എ ഫുൾ ഗ്രോൺ കോബ്ര. ഹീ ഈസ് ഹൈലി പോയ്സണസ്. നാഗ് പൂർണ്ണ വളർച്ചയെത്തിയ 5 അടി നീളമുള്ള ഒരു മൂർഖൻ പാമ്പാണ്. അതിന് നല്ല വിഷമുണ്ട്. അതുകൊണ്ട് റിക്കി ടിക്കിക്ക് പേടി തോന്നി. നാഗ് വെയിറ്റഡ് ഫോർ ടെഡീസ് ഫാദർ ടു കം ടു ദ ബാത്റൂം. ഹി ന്യൂ ഹി വുഡ് കം അറ്റ് മിഡ്നൈറ്റ്. സോ ഹി കോയിൽഡ് ഹിംസെൽഫ് അപ്പ് till he looked like a long rope arranged in the shape of a circle. Then Nag went to sleep. Rikki Tikki hid behind the door and watched Nag. Where is Nag now? Yes, he is in the bathroom. He is waiting for Teddy's father to come. നാഗ് ബാത്റൂമിനുള്ളിൽ കയറി ടെഡിയുടെ അച്ഛൻ വരുന്നതും കാത്തിരിക്കുകയാണ് അയാളെ കൊല്ലാൻ. ഹി ന്യൂ ഹി വുഡ് കം അറ്റ് മിഡ്നൈറ്റ്. ടെഡിയുടെ അച്ഛൻ അർദ്ധരാത്രിയാവുമ്പോൾ ബാത്റൂമിലേക്ക് വരുമെന്ന് നാഗിന് അറിയാമായിരുന്നു. വാട്ട് ഡിഡ് ഹി ഡു ദെൻ? യെസ്, ഹി കോയിൽഡ് ഹിംസെൽഫ് അപ്പ് till he looked like a long rope arranged in the shape of a circle. ഒരു കയറ് വട്ടത്തിൽ ചുരുട്ടി വെച്ചതുപോലെ അവൻ ബാത്റൂമിൻ്റെ മൂലയ്ക്ക് ചുരുണ്ട് കിടന്നു. Then Nag went to sleep. എന്നിട്ട് നാഗ് ഉറങ്ങി. റിക്കി ടിക്കി hid behind the door and watched Nag. റിക്കി ടിക്കിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണല്ലേ. നാഗിനോട് പൊരുതാനുള്ള ശക്തിയൊന്നും അവനില്ല. എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാൻ അവൻ വാതിലിനു പിന്നിൽ ഒളിച്ചിരുന്നു. When Nag was fast asleep, Rikki Tikki jumped onto his head and dug his teeth into the snake's flesh. Nag was furious. He threw his head from side to side, and poor Rikki Tikki was thrown against the wall again and again. He was hurt and bleeding, but he did not let go his hold on Nag's head. Rikki Tikki was watching Nag and he was waiting for a chance to attack.
When Nag was fast asleep, Rikki Tikki jumped onto his head and dug his teeth into the snake's flesh. നാഗിനെ ആക്രമിക്കാനായി നല്ലൊരു അവസരത്തിന് വേണ്ടി റിക്കി ടിക്കി കാത്തിരിക്കുകയായിരുന്നു അല്ലേ? നാഗ് നല്ല ഉറക്കമായി എന്ന് ഉറപ്പായപ്പോൾ റിക്കി ടിക്കി എന്ത് ചെയ്തു? നാഗിൻ്റെ തലയിലേക്ക് ഒരൊറ്റ ചാട്ടം വെച്ചു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മാംസത്തിൽ തൻ്റെ പല്ലുകൾ ആഴ്ത്തി. നാഗ് വാസ് ഫ്യൂരിയസ്. നാഗിന് ഭയങ്കരമായ ദേഷ്യം വന്നു. He threw his head from side to side and poor Rikki Tikki was thrown against the wall again and again. ആ പാമ്പ് അതിൻ്റെ തല രണ്ട് വശത്തേക്കും ശക്തിയായി കുടഞ്ഞു. അപ്പോൾ പാവം റിക്കി ടിക്കിക്ക് എന്തു പറ്റി? പാമ്പിൻ്റെ ഓരോ കുടച്ചിലും റിക്കി ടിക്കിയുടെ ശരീരം ബാത്റൂമിൻ്റെ ചുവരിൽ ശക്തിയായി ഇടിച്ചു. ഹി വാസ് ഹേർട്ട് ആൻഡ് ബ്ലീഡിങ്. അവൻ്റെ ശരീരത്തിന് മുറിവേറ്റ് ചോര വന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ലെറ്റ് ഗോ ഹിസ് ഹോൾഡ് ഓൺ നാഗ്സ് ഹെഡ്. എന്നാൽ എത്രയൊക്കെ വേദനിച്ചിട്ടും അവൻ നാഗിൻ്റെ തലയിലുള്ള തൻ്റെ പിടി വിട്ടില്ല. ഡ്യൂറിങ് ദ സ്ട്രഗിൾ നാഗ്സ് ടെയിൽ അപ്സെറ്റ് ദ മഗ് ആൻഡ് സോപ്പ് ഡിഷ്. They fell to the ground with a loud thud. Rikki Tikki thought he was going to die. Suddenly, the wild duel stopped. Nag's head dropped down and did not stir thereafter. Teddy's father, who had entered the bathroom, hearing the loud thud, had killed him. വിശദമായി നോക്കാം. During the struggle, Nag's tail upset the mug and soap dish. റിക്കി ടിക്കിയും നാഗും തമ്മിൽ ഭയങ്കര പോരാട്ടം നടക്കുകയാണല്ലേ? ആ സമയത്ത് നാഗിൻ്റെ വാല് തട്ടി ബാത്റൂമിലെ മഗ്ഗും സോപ്പ് വെക്കുന്ന പാത്രവും താഴെ വീണു. They fell to the ground with a loud thud. എന്താണ് thud? പാത്രങ്ങളൊക്കെ താഴെ വീഴുമ്പോൾ ഉണ്ടാവുന്ന വലിയൊരു ശബ്ദമില്ലേ, പെടോ എന്നുള്ള, അതാണ് thud. ഈ മഗ്ഗും സോപ്പ് വെക്കുന്ന പാത്രവും താഴെ വീണപ്പോൾ വലിയ ശബ്ദമുണ്ടായി. റിക്കി ടിക്കി തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. റിക്കി ടിക്കി വിചാരിച്ചു അവൻ മരിക്കാൻ പോവാണെന്ന്. അതിന് മാത്രം വേദനിക്കുന്നുണ്ടായിരുന്നു. സഡൻലി ദ വൈൽഡ് ഡ്യുവൽ സ്റ്റോപ്ഡ്. വാട്ട് ഈസ് എ ഡ്യുവൽ? രണ്ട് പേര് തമ്മിലുള്ള യുദ്ധത്തിനെയാണ് ഡ്യുവൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ആ ഭയങ്കരമായ പോരാട്ടം അവസാനിച്ചു. എന്താണ് സംഭവിച്ചത്? നാഗ്സ് ഹെഡ് ഡ്രോപ്പ് ഡൗൺ ആൻഡ് ഡിഡ് നോട്ട് സ്റ്റിർ thereafter. നാഗിൻ്റെ തല താഴെ വീണു. പിന്നീട് അത് അനങ്ങിയില്ല. ടെഡീസ് ഫാദർ, ഹു ഹാഡ് എൻറ്റേർഡ് ദ ബാത്റൂം, ഹിയറിംഗ് ദ ലൗഡ് തഡ്, ഹാഡ് കിൽഡ് ഹിം. വലിയ ശബ്ദം കേട്ട് ബാത്റൂമിലേക്ക് കയറിയ ടെഡിയുടെ അച്ഛൻ നാഗിനെ അടിച്ചു കൊന്നു. ഹി പിക്ഡ് അപ്പ് ദ ബ്ലീഡിംഗ് റിക്കി ടിക്കി ആൻഡ് വെന്റ് ബാക്ക് ടു ഹിസ് ബെഡ്റൂം. ഹി ആസ്ക്ഡ് ഹിസ് വൈഫ് ടു പുട്ട് സം മെഡിസിൻ ഓൺ റിക്കീസ് വോൺസ്. ടെഡിയുടെ അച്ഛൻ ബാത്റൂമിൽ ചോരയൊലിച്ച് കിടന്നിരുന്ന റിക്കി ടിക്കിയെ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ചു കൊടുക്കാൻ അദ്ദേഹം ഭാര്യയെ ഏൽപ്പിച്ചു. ഐ കിൽഡ് ദ സ്നേക്ക്, ഹി സെഡ്, ബട്ട് ഇറ്റ് ഈസ് റിക്കി ടിക്കി ഹൂ ഹാസ് സേവ്ഡ് അവർ ലൈവ്സ്. ഞാനാണ് പാമ്പിനെ കൊന്നത്, പക്ഷേ നമ്മുടെ ജീവൻ രക്ഷിച്ചത് ശരിക്കും റിക്കി ടിക്കിയാണ്. ടെഡീസ് മദർ വാഷ്ഡ് റിക്കീസ് വൂൺസ് വിത്ത് മെഡിസിൻ. ടെഡിയുടെ അമ്മ റിക്കി ടിക്കിയുടെ മുറിവുകളിലെല്ലാം മരുന്ന് വെച്ച് കഴുകി. ഷീ പാറ്റഡ് ഹിസ് ലിറ്റിൽ സോ ഹെഡ് ആൻഡ് ഗേവ് ഹിം സം ടോഫീസ്. റിക്കി ടിക്കി വാസ് ഹാപ്പി. ഹി ഫ്ലഫ്ഡ് അപ്പ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ് ടു ടെഡീസ് റൂം. അവർ അവൻ്റെ മുറിവേറ്റ കുഞ്ഞു തലയിൽ തലോടി. എന്നിട്ട് അവന് കുറച്ച് മിഠായിയൊക്കെ കൊടുത്തു. റിക്കി ടിക്കി വാസ് ഹാപ്പി. റിക്കി ടിക്കിക്ക് സന്തോഷമായി. ഹി ഫ്ലഫ്ഡ് അപ്പ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ് ടു ടെഡീസ് റൂം. അവൻ സന്തോഷത്തോടെ തൻ്റെ രോമങ്ങൾ ഉയർത്തി ടെഡിയുടെ റൂമിലേക്ക് ഓടി. നല്ലൊരു കഥയാണല്ലേ? എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ആരാണ് ഇത് എഴുതിയത്? റുഡ്യാർഡ് കിപ്ലിംഗ്. ഹീ ഈസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ. Okay dear children, see you in the next class. Don't forget to subscribe my channel and share the video to your friends. Goodbye.